പക്ഷേ അതൊരിക്കലും അത് പാലിക്കാൻ കഴിയാത്ത മറ്റൊരു തൊഴിൽ മേഖലയുണ്ട്. അത് നിർമ്മാണ തൊഴിലാളികളാണ്. കാരണം അവർക്ക് കൃത്യമായി വേഗത്തിൽ പണി തീർക്കേണ്ടതുണ്ട്. കനത്ത ചൂടിന് നടുവിൽ നിന്നും വലിയ ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും ജോലി പൂർത്തിയാക്കേണ്ട ഗതികേടാണ് നിർമ്മാണ തൊഴിലാളികളുടെ. കൊച്ചിയിൽ നിന്നുള്ള ഒരു കാഴ്ച കാണാം. നമ്മുടെ വെയിൽ കൊള്ളുന്ന ഒരു വിഭാഗക്കാരാണ് ചുമട്ട് തൊഴിലാളികളും. അവർ ഈ വെയിലിനെ, ഈ ചൂടിനെ അതിജീവിക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഇതിനകത്ത് കരുതലായിട്ട് നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. നമ്മുടെ ജീവിതമാർഗമാണല്ലോ ഇത്. അതൊക്കെ സഹിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. ചില സമയത്തൊക്കെ ലോഡ് വരാൻ നേരത്തെ ചിലപ്പോൾ ഭയങ്കര വെയിലായിരിക്കാം, ചില സ്ഥലങ്ങളിലൊന്നും തണലുണ്ടാവില്ല. എന്നാൽ പോലും നമുക്ക് കൊണ്ടുവന്ന മറ്റേ ഡ്രൈവർമാരാണെങ്കിലും പുറത്തുനിന്നൊക്കെയല്ല വന്നത്. പരമാവധി നമ്മളത് സഹിച്ചാലേ അവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും പ്രതിരോധവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകാനില്ല. ഒരു കാര്യങ്ങളൊന്നുമില്ല, സഹിക്കുക, അത്ര തന്നെ. ഇപ്പോ വന്നതിന് ഒരു കട്ട വെയിലത്ത് തന്നെ ഇറക്കേണ്ടി വരും. അതിന് ഞങ്ങൾ ഇറക്കും. കാരണം ആ വണ്ടിക്കാരന് വേണ്ടി നമുക്ക് ചിലപ്പോൾ 4 മണി വരെ ഒന്നും ഇടാൻ പറ്റൂല. അയാൾക്കും ജീവിക്കണം, നമുക്കും ജീവിക്കണം. കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. നമുക്കും കുറെ കാര്യങ്ങളില്ലേ, കുടുംബപരമായിട്ടും കാര്യങ്ങളില്ലേ. ഇതിനിടയിൽ വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും ഒന്നും മറക്കരുത്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ടും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. നമുക്ക് അതിനുള്ള ടൈം കിട്ടാറില്ലെങ്കിൽ പോലും നമ്മളത് കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകാറുണ്ട്. ധാരാളമായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. കൂടെയുള്ള ആൾക്കാരും എല്ലാവരും തന്നെ അങ്ങനെയൊക്കെ തന്നെ സഹകരിച്ച് പോകുന്ന ആൾക്കാരാണ്. കമ്പി കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ ഞങ്ങൾ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് ഇറക്കാറുള്ളത്. ഇവിടെ നമുക്ക് കുറച്ചൊരു പ്രായമായിട്ടുള്ള ഒരച്ഛൻ കൂടി ഇരിപ്പുണ്ട്. ചോദിക്കാം, ഭയങ്കര ചൂടാണ്, ഓരോ ദിവസവും ചൂടിങ്ങനെ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല, ചെയ്യാനുമില്ല. ഇത് സഹിച്ചേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ലല്ലോ. അതാണ് ഇവർക്ക് പറയാനുള്ളത്. കാരണം ഈ ചൂടും ഒക്കെ സഹിച്ച് അവരുടെ ജോലിയാണ്, ഉപജീവന മാർഗമാണ്. അതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതിൽ ഈ സൂര്യന്റെ ചൂടോ അല്ലെങ്കിൽ സൂര്യാഘാത വൈക്കോ ഒന്നും നോക്കാറില്ല. കഴിയുന്ന രീതിയിലൊക്കെ ഒരു സുരക്ഷ അവരെടുക്കാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതുണ്ടാകാറില്ല എന്ന് കൂടിയാണ് ഈ ചുമട്ട് തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഒരു ഷെൽട്ടറിന്റെയും സംരക്ഷണമില്ലാതെ തൊഴിലെടുക്കേണ്ടി വരുന്നവരാണ് ഈ ചുമട്ട് തൊഴിലാളികൾ അടക്കമുള്ളവർ. അവരുടെ ദുരിതമാണ് കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ നിർമ്മാണ തൊഴിലാളി മേഖല അത് അതീവ കാഠിന്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ